നമസ്കാരം. 2025 എന്ന പുതുവർഷത്തിലെ അവിട്ടം നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ ഫലമാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം എപ്രകാരമായിരിക്കും, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം സൗഭാഗ്യങ്ങൾ തേടിയെത്തും, ഇതേക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അവിട്ടം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് വൻ നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയമാക്കുന്നു. ഭൂമിയുമായി ബന്ധപ്പെട്ട് ലാഭം, നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പ്രതീക്ഷിക്കാതെ തന്നെ അഥവാ അപ്രതീക്ഷിതമായി ധനം കൈകളിലേക്ക് വന്നു ചേരുക, ധന ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന ഒരു വർഷം തന്നെയാണ് 2025. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ആരോഗ്യപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ, ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ ചില തിരിച്ചടികൾ വന്നു ചേരാം. മാതാവുമായി ബന്ധപ്പെട്ട് അഥവാ നിങ്ങളുടെ അമ്മയുമായി ബന്ധപ്പെട്ട് ഗുണകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ഇനി പരാമർശിക്കാനായി പോകുന്നത് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ അഥവാ വർഷാദ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെ കുറിച്ചാകുന്നു. ഈ സമയം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിച്ച് ശ്രീകൃഷ്ണ ഭഗവാനിൽ അഭയം പ്രാപിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം ഗുണദോഷ സമ്മിശ്രമായ ഒരു സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഗുണകരവും അതേപോലെ തന്നെ ദോഷകരവുമായ കാര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ ഇത്തരം കാര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അതൊരു പരിധി വരെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. സാമ്പത്തികപരമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ അറുതി വരുത്തുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. കുടുംബത്തിൽ വളരെയധികം സമാധാനം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. കുടുംബത്തിൽ സന്തോഷം, ഐക്യം കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ പണം ഇടപാടുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. അതല്ല എങ്കിൽ തിരിച്ചടികൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൃഷിയുമായി ബന്ധപ്പെട്ട് ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമുണ്ട്. കൃഷിയിൽ നിന്നും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് അല്പം വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വിദ്യയിൽ ഉയർച്ച നേടുക, അയൽക്കാരുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില ബന്ധം, അയൽക്കാരുമായി തർക്കത്തിനും അയൽക്കാരുമായുള്ള ബന്ധങ്ങൾ നഷ്ടമാകുന്നതിനോ വഷളാകുന്നതിനോ കാരണമാകുന്ന ചില പ്രശ്നങ്ങൾ വന്നു ചേരാം. അതിനാൽ അത്തരം പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ശുഭം. ഉന്നതമായ വിദ്യാഭ്യാസം നേടിയെടുക്കുവാൻ സാധിക്കും. അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. മത്സര വിജയങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ഇനി പരാമർശിക്കാനായി പോകുന്നത് മാർച്ച്, ഏപ്രിൽ മാസവുമായി ബന്ധപ്പെട്ട ഫലങ്ങളെ കുറിച്ചാകുന്നു. ഈ സമയം സാക്ഷാൽ പരമശിവനിൽ അഭയം പ്രാപിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ശിവപ്രീതി ജീവിതത്തിൽ വരുത്തേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്നു ചേരാം. സന്താനങ്ങളാൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ബന്ധുക്കളിൽ നിന്നും സാമ്പത്തികപരമായ സഹായം, സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്യാവശ്യ സമയങ്ങളിൽ ചില സാമ്പത്തികപരമായ സഹായങ്ങൾ ലഭിച്ചു എന്ന് വരാം. പിതൃസ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലമാണ് വന്നു ചേരുക. പിതൃസ്വത്ത് കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. മനക്ലേശം, നിരാശ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ഈശ്വരാനുഗ്രഹം വന്നു ചേരുന്നതായ സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. എന്തു തന്നെ ചെയ്താലും 3 വട്ടം ചിന്തിച്ച്
ചെയ്യുന്നതാണ് ശുഭം. അതല്ല എങ്കിൽ നിങ്ങൾക്കത് ദോഷമായി ഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ലാഭത്തേക്കാൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടം അനുഭവിക്കുക, നഷ്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഇനി പരാമർശിക്കാൻ പോകുന്നത് വർഷത്തിന്റെ മധ്യത്തോടു കൂടി സംഭവിക്കുന്നതായ കാര്യങ്ങളെ കുറിച്ചാകുന്നു. ഈ സമയം മഹാലക്ഷ്മി ദേവിയിൽ അഭയം പ്രാപിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മഹാലക്ഷ്മി ദേവിയിൽ അഭയം പ്രാപിച്ച് മഹാലക്ഷ്മി ദേവിയെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഈ സമയം നിങ്ങൾക്ക് കേസുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. വ്യവഹാരങ്ങളിൽ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കലയുമായി ബന്ധപ്പെട്ടവർക്ക് ചില തിരിച്ചടികൾ, ചില വിഷമങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. പ്രതീക്ഷിച്ചതായ ധനം ജീവിതത്തിലേക്ക് കടന്നു വരിക, കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായ സാഹചര്യമാണ് ജീവിതത്തിൽ വന്നു ചേരുക എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി തന്നെ മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചതി സംഭവിക്കാനുള്ള സാധ്യതകൾ, ചതിക്കപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അകൽച്ച ജീവിതത്തിൽ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അകൽച്ച അത് പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ നിലവിലുള്ള അകൽച്ച വർദ്ധിക്കുകയോ ചെയ്യാം. അതിനാൽ ഇത്തരം പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിക്കുവാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. നിങ്ങളുടെ സംസാരം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാകുന്നു. സംസാരവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ, വിഷമങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കുടുംബ സ്വത്ത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുള്ള സമയം കൂടിയാണ് ഇത്. ഇനി പരാമർശിക്കാനായി പോകുന്നത് വർഷത്തിന്റെ പകുതിക്ക് ശേഷം നിങ്ങൾക്ക് സംഭവിക്കുന്നതായ ആ കാര്യങ്ങളെ കുറിച്ചാകുന്നു. ഈ സമയം ഹനുമാൻ സ്വാമിയെ ഭജിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ്. ഈ സമയം നിങ്ങൾക്ക് വീട് പുതുക്കി പണിയുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പിതൃസ്വത്ത് നിങ്ങളുടെ കൈവശം വന്ന് ചേരുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായ ധനം നിങ്ങളുടെ കൈവശം വന്നു ചേരാം. പണം കൈകളിലേക്ക് വന്ന് ചേരുന്ന സമയം കൂടിയാണ് ഇത്. ബിസിനസ് പരമായ ലാഭങ്ങൾ, നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം കൂടിയാണ് ഉള്ളത്. പങ്കാളിയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ഉണ്ടാകും. എന്നിരുന്നാൽ പോലും സ്വരച്ചേർച്ചക്കുറവ് വന്നു ചേരുവാൻ സാധ്യത അല്പം കൂടുതലുള്ള സമയമാകുന്നു. മനക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, ബന്ധുക്കളിൽ നിന്നും സഹായം ലഭിക്കുക, പിന്തുണ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന സാഹചര്യവും വന്നു ചേരാം. പങ്കാളിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതായത് പങ്കാളിക്ക് സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത കൂടുതലുള്ള സമയം കൂടിയാകുന്നു. ഇനി പരാമർശിക്കാനായി പോകുന്നത് സെപ്റ്റംബർ, ഒക്ടോബർ മാസവുമായി ബന്ധപ്പെട്ട ഫലങ്ങളെ കുറിച്ചാകുന്നു. ഈ സമയം സാക്ഷാൽ ദേവിയിൽ അഭയം പ്രാപിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കർമ്മരംഗത്ത് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. കൂട്ടു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ദോഷകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം അത്തരം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് തിരിച്ചടികൾ സംഭവിക്കാവുന്ന സമയം കൂടിയാണ് ഇത്. നാൽക്കാലികമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പങ്കാളിയുമായി ബന്ധപ്പെട്ടും ചില ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാം. പങ്കാളിയുമായുള്ള ബന്ധം വഷളാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം അതിനാൽ അത്തരം പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭം എന്ന കാര്യവും ഓർക്കുക. ഊഹ കച്ചവടവുമായി ബന്ധപ്പെട്ട് പലവിധ തിരിച്ചടികൾ നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും.
ഉറ്റ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പലവിധ തിരിച്ചടികൾ ജീവിതത്തിൽ ലഭിക്കാനുള്ള അല്ലെങ്കിൽ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും സഹായം ബന്ധുക്കളിൽ നിന്നും ആവശ്യ സമയത്ത് ലഭിക്കുകയോ പിന്തുണ ലഭിക്കുകയോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന സമയം കൂടിയാകുന്നു. ഇനി പരാമർശിക്കാൻ പോകുന്നത് വർഷാവസാനവുമായി ബന്ധപ്പെട്ട ഫലങ്ങളെ കുറിച്ചാകുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വാഹനം സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം വന്നു ചേരാം. വാഹനം സ്വന്തമാക്കുവാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ വാഹനം നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ യാത്രയുമായി ബന്ധപ്പെട്ട് അല്പം കൂടി ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ ചില തിരിച്ചടികൾ, അപകട സാധ്യതകൾ വർദ്ധിക്കാവുന്നതാണ്. ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. ഗുണദോഷ സമ്മിശ്രമായ ഒരു സമയമാണ് വർഷാവസാനം. അതിനാൽ തീർച്ചയായും ഈ സമയം അല്പം കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. വിദേശ ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ശത്രുദോഷവുമായി ബന്ധപ്പെട്ട് അല്പം പ്രശ്നങ്ങൾ വന്നു ചേരാം. ശത്രുദോഷം ജീവിതത്തിൽ ബാധിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അതിനാൽ പല കാര്യങ്ങളിലും തിരിച്ചടി, വിഷമം, നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് പോവുക. മുൻകോപം ശ്രദ്ധിക്കേണ്ടതായ ഒരു സമയം കൂടിയാണ് ഇത്. മുൻകോപത്താൽ പലവിധ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മംഗളകർമ്മങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ, അത് ജീവിതത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ സംഭവിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വളരെ കൂടുതൽ തന്നെയാകുന്നു. രോഗശമനം ജീവിതത്തിലേക്ക് ഒരു പരിധിവരെ കടന്ന് വരുന്നതായ സാഹചര്യം കൂടിയാണ് ഉള്ളത്. രോഗങ്ങൾ അത് നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, മാർച്ച്, ഏപ്രിൽ എന്നീ മാസങ്ങൾ പ്രത്യേകിച്ചും നിങ്ങൾ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകേണ്ടതായ സമയമാണ് ഉള്ളത്. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ പല തിരിച്ചടികൾക്കും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കുന്നതായ സമയം തന്നെയാകുന്നു. അതിനാൽ ഈ സമയം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അവിട്ട നക്ഷത്രക്കാരുടെ 2025 സമ്പൂർണ്ണ പുതുവർഷഫലം ഇപ്രകാരമാണ്.